ഇപ്പം ഫ്ലാറ്റിൽ ജീവിക്കുന്നതിൻ്റെ അഡ്വാൻറ്റേജും ഒരു ഇൻഡിപെൻഡൻറ്റ് വീട്ടിൽ താമസിക്കുന്ന അഡ്വാൻറ്റേജും ശരിക്കും അതിൻ്റെ പ്രോസ് ആൻഡ് ക്രോൺസ് വേ ചെയ്ത് ഞാൻ തീരുമാനമെടുത്തതാണ്. ഫ്ലാറ്റ് തന്നെ ആയിരിക്കും ഏറ്റവും ബെറ്റർ. ആ ഡിസിഷൻ ഇപ്പോഴും ഞാൻ വിചാരിക്കുന്നു അതൊരു നല്ല വൈസ് ഡിസിഷനാണെന്ന് ഇപ്പോഴും എനിക്ക് തോന്നുന്നുണ്ട്. പലർക്കും സംശയം ഉണ്ടാകും, ഇത് മീനച്ചിലാറിൻ്റെ തീരത്താണ്, ഫ്ലഡ് ഉണ്ടായാൽ പ്രശ്നമാകുമോ? പക്ഷെ അതിനുള്ള സാധ്യത വളരെ വിരളമാണ്. കാരണം നമ്മളുടെ ഇലക്ട്രിക്കൽ റൂമും ജനറേറ്ററും ഇപ്പോൾ സ്ഥാപിതമായിരിക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലാണ്. ഗ്രൗണ്ട് ഫ്ലോറിൽ വരെയും വെള്ളം കയറാനുള്ള സാധ്യത വളരെ കുറവാണ്. 2020 റെക്കോർഡ് വെള്ളപ്പൊക്കം പാലായിൽ സംഭവിച്ചത്. ആ ഫ്ലഡ് ലെവലിൻ്റെക്കായാലും ഉയരത്തിലാണ് ഇലക്ട്രിക്കൽ റൂമും ജനറേറ്ററും ഇപ്പോൾ സ്ഥാപിതമായിരിക്കുന്നത്. അപ്പം ഈ 2020 ലെവലിലുള്ളൊരു ഫ്ലഡ് ഉണ്ടാകുവാണെങ്കിലും നമുക്ക് മേജർ പ്രോബ്ലം ഉണ്ടാകാനുള്ള സാധ്യത വളരെ വിരളമാണ്. അതുമാത്രമല്ല, ഈ കോമ്പൗണ്ടിൽ വെള്ളം കയറാതിരിക്കാനുള്ള സകല സാധ്യതകളും ഞങ്ങൾ പ്ലഗ് ചെയ്തിട്ടുണ്ട്. ഫ്ലഡ് ബാരിയേഴ്സ് മെയിൻ ഗേറ്റിൽ വെച്ചിട്ടുണ്ട്. ബൗണ്ടറി വാള്, മീനച്ചിൽ റിവറിനോടനുബന്ധമായിട്ട് ബൗണ്ടറി വാള് സ്ട്രോങ് ആയി ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട്. അമേരിക്കയിൽ നിന്നൊക്കെ വന്ന് റിട്ടയർഡ് ആയിട്ടുള്ള ഒത്തിരി ലേഡീസ് ഇവിടെ എടുക്കാനുള്ള കാരണം ഞാൻ പലരോടും അന്വേഷിച്ചും പറഞ്ഞു പള്ളി അടുത്തുള്ളതായതുകൊണ്ട്. അപ്പോൾ പള്ളി ഉള്ളത് നല്ലൊരു അഡ്വാൻറ്റേജ് ആയിട്ട് കരുതുന്ന നല്ലൊരു കൂട്ടം റെസിഡൻസ് ഉണ്ട്. പിന്നെ ഉള്ളത് ഓഫ് കോഴ്സ് ചവറ പബ്ലിക് സ്കൂള്, ബ്രില്യൻ്റ്, പിന്നെ അടുത്തുള്ള ഹോസ്പിറ്റൽസ്, കോളേജുകൾ, ഇതെല്ലാം വിതിൻ 5 കിലോമീറ്റർ 10 കിലോമീറ്റർ വിസിനിറ്റിയാണ്. അതൊരു വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് കരുതി ഫ്ലാറ്റ് വാങ്ങിച്ചവർ ധാരാളം പേരുണ്ട്. റിട്ടയർഡ് ലൈഫിൽ മിക്കവാറും ഹസ്ബൻഡും വൈഫും മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഒരു പാർട്ട്ണറിൻ്റെ കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ മിക്കവാറും ചിലപ്പോൾ എലോണായിട്ട് താമസിക്കുന്ന സിറ്റുവേഷൻ വരും. അങ്ങനെയൊക്കെ നോക്കിക്കഴിയുമ്പോൾ ഫ്ലാറ്റ് ആയിരിക്കും ഇനിയുള്ള കാലങ്ങളിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബാക്കിയുള്ളവർ അവരവരുടെ തീരുമാനം എടുക്കട്ടെ.